നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്കും അതുപോലെ തോന്നിയിരിക്കും. ഞാൻ 6 വർഷമായിട്ട് മോദിക്കൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു അച്ചീവ്മെൻറ്റ്, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീമിൽ സാധിച്ചിട്ടുണ്ട്. 2 വ്യക്തികൾ, സഹോദരങ്ങളായിട്ട് 2 വ്യക്തികൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ മാസ വരുമാനം എന്ന രീതിയിലേക്ക് മാറുകയുണ്ട്. അപ്പോൾ അവരൊന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇന്ന് റംസാൻ ആയതുകൊണ്ട് നോമ്പ് തുറ ഇവിടെ വെച്ചാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എന്നെ പരിചയപ്പെടുത്തിയൊരു വ്യക്തിയുണ്ട്, ഷർഫുദ്ദീൻ എന്നാണ് അവരുടെ പേര്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ബിസിനസ്സായിട്ട് നിരുന്നു, മെഡിക്കൽ ഷോപ്പിലായിട്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ആ വ്യക്തികളെ കാണാൻ വേണ്ടി പോകാം. സർ വെൽക്കം. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ബിസിനസ്സിലേക്ക് വരുമ്പോൾ? ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സംശയത്തോടു കൂടിയായിരുന്നു. കാരണം ജാസ്മിൻ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 3 മാസം നമ്മൾ ലോയ്ക്ക് പർച്ചേസ് ചെയ്തു. അടുത്തൊരു 3 മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ ആണ്. കാരണം ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ജാസ്മിന്റെ ക്യാഷ് കൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത 3 മാസത്തെ പർച്ചേസ് ജാസ്മിന്റെ പേര് വാങ്ങുമ്പോൾ എന്റെ ലോയ്ക്ക് എന്താവും എന്നുള്ള ആ ഒരു സംശയം, ബിസിനസിന്റെ ഡെപ്ത് മനസ്സിലാവുന്ന ജാസ്മിന്റെ മറ്റുള്ള കൂടെ ഒന്നും കൂടെ നിങ്ങൾ പ്രവാസിയല്ലേ, അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇത്ര സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തിട്ട് പറ്റുന്നത് അവിടെ നിന്ന് പറഞ്ഞാലേ നമ്മള് ഞാൻ ആദ്യത്തെ ഷറഫ് സാറോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സമയമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ എൻ്റെ സമയം ഒരുപാടുണ്ടെന്ന് പിന്നെ എനിക്ക് ബോധ്യമായിരുന്നു. കാരണം സമയമുണ്ട്, ഉള്ള സമയം മുഴുവനും കുറേ പൊളിറ്റിക്സ്, കുറേ എന്താ പറയുക സംഘടന ചർച്ചകൾ, കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ക്ലബ്ബുകൾ, അങ്ങനെ കുറേ ഗ്രൂപ്പ്, കുറേ വാട്സപ്പ് ഗ്രൂപ്പ്, ടൈം മുഴുവൻ പല സ്ഥലത്ത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് കുറേ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ കുറേ ടൈം പോകുന്നുണ്ടെന്ന് ഞാൻ മോഡിക്കലൊക്കെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്.